കൊള്ളാം കൊള്ളാം അടിപൊളി. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? കിടില കിടില കൊള്ളാം. രാജുവേട്ടനൊക്കെ എങ്ങനെയുണ്ട്? രാജുവേട്ടൻ അടിപൊളി. ഇതേപോലെ കൊള്ളാം. മാസ് പക്ക മാസ് എൻ്റർടൈനർ. അതിൻ്റെ ഇടയ്ക്ക് ഇമോഷനൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലാഗും ഇല്ല. ഫൈറ്റൊക്കെ കിടിലം അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഇന്റർവൽ ബ്ലോക്ക് നൈസായിരുന്നു. ഫസ്റ്റ് ഹാഫ് തകർത്ത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൊളിച്ചടിക്കുകയെന്ന് പറഞ്ഞാൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച് വന്നണക്കൊന്നുമല്ല. ഞാൻ വിചാരിച്ച് എമ്പുരാൻ്റെ കണക്ക് തടകട ആവുമെന്ന്. പക്ഷേ തൊട്ടക്കം തൊട്ട് ഈ നിമിഷം വരെ പൊളിപ്പടം എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ്, നല്ല കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. രാജുവേട്ടൻ എന്ത് ഗ്ലാമറടപ്പാ, എന്താ ബോഡി സെറ്റപ്പ്. പിന്നെ സൂപ്പർ ആക്ഷൻ, അടിപൊളി ആക്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സുന്ദരമായി എടുത്തിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളിയാണ്. ആർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് രാജുവേട്ടൻ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാനൊന്നും അല്ല, പക്ഷേ പൊളിയായിട്ടുണ്ട്. പൃഥ്വിരാജിനെക്കാട്ടും എനിക്കൊന്ന് പൃഥ്വിരാജ് ഒരു 4-5 തവണ 2-3 തവണ മാസ് സീനൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഒരു 5-6 തവണ മോഹൻലാലിൻ്റെ പേര് പറഞ്ഞു. അതായത് മുഹമ്മദ് അലി എന്നുള്ള പേര് പറയുമ്പോൾ അതിനായിരുന്നു തിയേറ്ററിൽ കൂടുതൽ ഓളം. എനിക്ക് തോന്നുന്നു തിയേറ്റർ കിടക്കുന്നത് മൊത്തം ആ ഒരു സീനിൽ എന്തൊക്കെ മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നാലും പുള്ളിയുടെ ഒരു പേര് ഒരു 4-5 തവണ പറഞ്ഞതെല്ലാം വൻ സീനായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇതുവരെ കുഴപ്പമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. പൃഥ്വിരാജിൻ്റെ ഇൻട്രോ ആക്ഷൻ സെറ്റ് ഒരു രക്ഷയില്ല. പുള്ളി അതിന് പണിയെടുത്തിട്ടുണ്ട്. അത് കാണാൻ നമുക്ക് മനസ്സിലാവും. ആ ഇൻട്രോയിൽ ആ ഒരു ആക്ഷൻ സീക്വൻസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മളെല്ലാവരും പറയും ഈ നാടകീയത എന്നൊക്കെ പറയില്ലേ, അതൊന്നും അല്ല. പുള്ളി ആ ഒരു സെറ്റ് രീതിയിൽ തന്നെയാണ് ആ ഫസ്റ്റത്തെ ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നല്ല മേക്കിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പുതുമ നമ്മൾ കണ്ട സെയിം കഥ തന്നെയാണ് ഒത്തിരി സിനിമകളിലായിട്ട്, പക്ഷേ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ ഒരു കഥയുടെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പോയി നന്നായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. പൃഥ്വിരാജൊക്കെ നല്ല ഒരു ലുക്ക്, കാരണം ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം അത് വലിയ മേക്ക് ഓവറൊന്നുമില്ല, എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ തന്നെ അതെല്ലാം വന്നിട്ടുണ്ട്. എൻഗേജിങ് ആണ്, കുഴപ്പമില്ല. ഒരു സ്വർണ്ണക്കടത്തും സംഭവമൊക്കെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. പൃഥ്വിരാജിൻ്റെ അഭിനയം കൊള്ളാം, കുഴപ്പമില്ല.